ദെൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ആധുനിക ചരിത്രവുമായി ബന്ധപ്പെട്ട് 1857 ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ് പ്ലസ് 2 ലെവൽ എക്സാമുകളിൽ. അതേപോലെ തന്നെ INC. പിന്നെ ധാതുക്കളും വ്യവസായവും വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ധാതുക്കൾ എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ടും സിലബസിലുണ്ട്. ജോഗ്രഫിയിൽ എന്താണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രം, പൊതുഭൂമിശാസ്ത്രം ഇവിടെയൊക്കെ കിടക്കുന്നത് കൊണ്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായിട്ട് അത് മാറാറുണ്ട്. എന്തായാലും ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇത് പഠിച്ചാൽ ഉറപ്പായിട്ടും 1 മാർക്ക് മിനിമം ഉറപ്പിക്കാൻ പറ്റും. ചില പരീക്ഷകളിൽ 2 മാർക്ക് വരെ കിട്ടുന്നുണ്ട്. ഹായ്, അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ എഴുതിയ ആളുകൾ എന്താണ് സ്ഥിതി, അതിൻ്റെ കട്ട് ഓഫ് എത്രത്തോളം ഉണ്ടാവും, അല്ലെ ഉയരാനാണോ സാധ്യത, ഇങ്ങനെയൊക്കെയുള്ള ടെൻഷനിലായിരിക്കും നിങ്ങൾ. പേടിക്കേണ്ട, കട്ട് ഓഫ് വലിയൊരു ഉയരങ്ങളിലേക്ക് പോകാൻ സാധ്യത അവിടെ വളരെ കുറവാണ്. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ രീതികൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു പരീക്ഷയിൽ GK എന്ന് പറയുന്നതിൽ ഒരു 16ഓളം ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ടുള്ള ഏതൊരു PSC ഉദ്യോഗാർത്ഥിക്കും ഇത് എളുപ്പത്തിൽ കിട്ടാവുന്ന ചോദ്യങ്ങളായിരുന്നു. ബാക്കി 15 ഒരു ആവറേജ് പ്ലസ് എബോ ആവറേജ് കാറ്റഗറിയിൽ പെടുന്നതാണ്. ദെൻ ഒരു ടഫ് എന്ന് പറയാവുന്ന ക്വസ്റ്റ്യൻസ് 19 ഇവിടെ നിങ്ങൾ എപ്പോഴും വിലയിരുത്തേണ്ടത് സിവിൽ എക്സൈസ് ഓഫീസർ എന്നുള്ള ഒരു യൂണിഫോംഡ് പോസ്റ്റ് ആ ഒരു പരീക്ഷ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചാണ്. ഈ പരീക്ഷ, ഇത്തരം പരീക്ഷകൾ പ്രത്യേകിച്ചും പ്ലസ് 2 ലെവൽ ഫോഴ്സ് തസ്തികകൾ, ഡിഗ്രി ലെവൽ ഫോഴ്സ് SA പോലെയുള്ള പരീക്ഷകൾ, ഇതിൽ എഴുതുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ അതിന്റെ ഫിസിക്കൽ ടെസ്റ്റിനൊന്നും പോവാറില്ല. കാരണം മറ്റു പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കൂട്ടത്തിൽ ചുമ്മാ എഴുതുന്നതാണ്. കാരണം ആ ഒരു എന്താണ് നമ്മുടെ ആ ഒരു പഠന കാലഘട്ടത്തിൽ എക്സാമുകൾ എഴുതുന്നത് നല്ലതാണ്, എഴുതി നോക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും, അതുകൊണ്ട് എഴുതി നോക്കുന്നതാണ്. നല്ല മാർക്ക് കിട്ടുന്ന കുറേ ആളുകളുണ്ട്, അവർ ഈ ഫിസിക്കൽ ടെസ്റ്റിനൊന്നും പോകാറില്ല. കാരണം അങ്ങനെയുള്ള ഒരു ജോബ് അവരുടെ ലക്ഷ്യമല്ല. മറ്റു പരീക്ഷകളിൽ തന്നെ ഉയർന്ന റാങ്ക് കിട്ടുന്ന ആളുകളാണ്. അപ്പൊ അവരെ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഒരു യഥാർത്ഥ ഒരു എന്താണ് സിവിൽ എക്സൈസ് ഓഫീസർ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ പ്ലസ് 2 ലെവൽ പോസ്റ്റ് തസ്തികകൾ നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ആ ഒരു ആംഗിളിൽ വേണം നമ്മൾ ഇത്തരം പരീക്ഷകൾ നോക്കി കാണാൻ. ഓക്കെ, അങ്ങനെ നോക്കുമ്പോഴുള്ള സ്ഥിതിയാണ് പറയുന്നത്. ദെൻ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എല്ലാം കൂടെ മൊത്തം നോക്കുകയാണെങ്കിൽ 30 മാർക്കിനാണുള്ളത്. 10 10 10 അല്ലെ? ആ 30 മാർക്കിൽ 9 ക്വസ്റ്റ്യൻസ് വളരെ ഈസിയാണ്. ദെൻ ഒരു 11ഓളം ചോദ്യങ്ങൾ ആവറേജ് കാറ്റഗറിയാണ്. ദെൻ 10 ചോദ്യങ്ങളോളം അത്യാവശ്യം നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. ദെൻ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 7 വളരെ ഈസി ചോദ്യങ്ങളാണ്, 6 ആവറേജ് ചോദ്യങ്ങളാണ്, 7 ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു സ്ഥിതി. നിങ്ങൾക്കൊരു ബ്ലൂ പ്രിന്റ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഈ ഒരു എക്സാമിന് അവസാനഘട്ട തയ്യാറെടുപ്പ് നടത്തുമ്പോൾ പ്രത്യേകിച്ചും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ ഏതൊക്കെയാണെന്നുള്ളത് അതൊക്കെ നോക്കിയ ആളുകൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് മൊത്തമുള്ള 230ഓളം ടോപ്പിക്കിന്ന് ഒരു 40ഓളം ടോപ്പിക്കുകൾ തിരഞ്ഞെടുത്ത് തന്നിട്ടാണ് അല്ലെ? ഒരു 4/1 ഭാഗം ടോപ്പിക്ക് പോലും തരാതെയാണ് നിങ്ങൾക്ക് ആ ടോപ്പിക്കിൽ നിന്ന് പകുതി ശതമാനത്തോളം, അതായത് 1/4 ഭാഗം പോലും പഠിക്കാതെ 1/2 ഭാഗം മാർക്ക് വാങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് നിങ്ങൾ പലരും നന്ദി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷം. അതിൽ എല്ലായ്പ്പോഴും ഈ ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് അങ്ങനെ ഉപകാരപ്പെടുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കോഡ് എ പ്രകാരം നോക്കുകയാണെങ്കിൽ ആ തന്നിരിക്കുന്ന ടോപ്പിക്ക് തന്നെ ചോദ്യങ്ങൾ വന്നിരിക്കുന്ന കാണാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ പ്രകാരമാണ് ഞാനിത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനിയുള്ള പരീക്ഷയെങ്കിലും തയ്യാറെടുക്കുന്ന സമയത്ത് ഇങ്ങനെ തരുന്ന സമയത്ത് അത് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി, നന്നായിട്ട് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം പറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ക്വസ്റ്റ്യൻ നമ്പർ 2, 3, 4, 6, 7, 8 ഇങ്ങനെ വരുന്ന ആ ഒരു കോഡ് എയിലുള്ള ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ ആ ബ്ലൂ പ്രിന്റ് ടോപ്പിക്കിൽ അതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലതൊക്കെ ഞാൻ എടുത്തു പറഞ്ഞ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളോട് പറഞ്ഞാണ് ആ വിമുക്തിയൊക്കെ എന്തായാലും നോക്കുക. കാരണം വിമുക്തി എന്നുള്ള ആ ഒരൊറ്റ ടോപ്പിക് അവിടെ പഠിച്ചാൽ തന്നെ 2 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 2 അല്ല 3 മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ഒരു സ്പെഷ്യൽ ടോപ്പിക് ഏരിയയിൽ ഞാൻ നിങ്ങളോട് മൊത്തം 7 മൊഡ്യൂളുകളിൽ 4 മൊഡ്യൂളുകളാണ് നിങ്ങളോട് നന്നായിട്ട് നോക്കാൻ പറഞ്ഞ. ആ 4 മൊഡ്യൂളുകളിൽ നിന്ന് 12 ക്വസ്റ്റ്യൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 12 ക്വസ്റ്റ്യൻ അതേപോലെ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന. എന്തായാലും ഇത്തരം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പറയുന്ന പ്രായവും അതേപോലെ തന്നെ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നൊക്കെ എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു തന്നെയാണ്. കാരണം നമുക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ടാവും, ആൻസർ ചെയ്തിട്ടുണ്ടാവും. സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ ബുദ്ധിമുട്ടാണ് സാർ, എന്തൊക്കെയാണ് എവിടെ നിന്നാണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച ആളുകൾക്കൊക്കെ അത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ നോക്കുകയാണെങ്കിൽ മൊത്തം 100 ചോദ്യങ്ങളുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ GKയും ഇംഗ്ലീഷ്, മാത്സ്, മലയാളവും സ്പെഷ്യൽ ടോപ്പിക് എല്ലാം കൂടെ ചേർത്ത് 32 ചോദ്യങ്ങൾ ഒരു ഈസി കാറ്റഗറിയിൽ പറയാം. ഒരു ആവറേജ് കാറ്റഗറിയിൽ വരുന്നതാണ് ബാക്കി 32 ചോദ്യങ്ങൾ. ദെൻ ടഫ് എന്ന് പറയാവുന്ന ഈ ഒരു പരീക്ഷ എഴുതുന്ന യഥാർത്ഥ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ടഫ് എന്ന് പറയാവുന്ന ക്വസ്റ്റ്യൻസ് 36 ആണ്. അപ്പൊ ഇവിടെ ഈ ഈസി പ്ലസ് ആവറേജ് ആ ഒരു 64
പ്ലസ് മാർക്കും നേടാൻ കഴിയുന്ന മികച്ച ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിക്കാരുണ്ടല്ലോ, മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകളിലും പ്ലസ് ടു ലെവൽ പരീക്ഷകളിലും ഒക്കെ നല്ല പ്രാവീണ്യം തെളിയിച്ച ടോപ്പ് റാങ്ക് നേടുന്ന കുറെ ആളുകളും ഈ പരീക്ഷ എഴുതും. അവർക്ക് ഇവിടെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 70, 75 അതിന് മുകളിൽ മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറയുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവിടെ ഒരു ടോപ്പ് മോസ്റ്റ് കാറ്റഗറിക്കാര് ഒരു 64 അതിന് തൊട്ട് മുകളിലൊക്കെയുള്ള മാർക്കുകളാണ് അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ആ ഒരു ലെവലിലുള്ള ആദ്യ റാങ്കുകളിലേക്ക് വരുന്ന ആളുകൾ. ദെൻ അപ്പൊ ഇവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഈസി 32 പ്ലസ് ഇവിടെ ആവറേജ് 12, അതിലൊരു പകുതി അല്ലെ, അപ്പൊ 48. ഈ ഒരു മാർക്കിനെ ഒരു അവലംബകം ആയിട്ട് എടുക്കാം. ഈ 48ന്റെ താഴോട്ടേക്ക് ചില ജില്ലകളിൽ ഈ 48ന്റെ താഴോട്ടേക്ക് വരും. ചില മത്സരം കൂടിയ ജില്ലകളിൽ ഈ 48ന്റെ മുകളിലേക്കും പോകും. അങ്ങനെ നോക്കുമ്പോൾ ഈ 14 ജില്ലകളിലെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 45 മുതൽ ഒരു 50, 55 വരെയുള്ള ഇതിനിടയിലായിരിക്കും മിക്ക ജില്ലകളിലെയും കട്ട് ഓഫ് എന്ന് പറയുന്നത്. അത് ഈ മത്സര വീര്യം കൂടിയ ജില്ലകളിലാണെങ്കിൽ 50ന് മുകളിലോട്ടേക്ക് കയറാം. ദെൻ അല്ലാത്ത ജില്ലകളിലാണെങ്കിൽ 45 വരെ ഒക്കെ താഴാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തല്. അപ്പം നിങ്ങൾ ഈ ഒരു 45 മുകളിലുള്ള ആളുകൾ എന്തായാലും ഇനി 40+ ആണെങ്കിലും നിങ്ങൾ ഫിസിക്കലിന് വേണ്ടി തയ്യാറെടുക്കുക. നിങ്ങളുടെ ലക്ഷ്യം ഇങ്ങനെ ഒരു ജോലിയാണെങ്കിൽ, മറ്റു പരീക്ഷകളുടെ ഇടയിൽ നിങ്ങൾ എഴുതിയതാണെങ്കിൽ പോട്ടെ, ഇനി അതല്ല നിങ്ങളുടെ ലക്ഷ്യം ഇങ്ങനെയുള്ള ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങൾ ഉറപ്പായിട്ടും പരിശ്രമിക്കണം. 40 അതിൽ കൂടുതലോ മാർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കലിനായിട്ട് നന്നായിട്ട് അക്ഷീണം പ്രയത്നിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. ഇനി ആ ഒരു പ്രവർത്തനത്തോടൊപ്പം തന്നെ ഈ പഠനം കൊണ്ടുപോവുക. കാരണം ഇവിടെ ഒരു 40-അടുത്തൊക്കെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു +2 ലെവൽ ജോബ് അർഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനർത്ഥം. അത് ഇതിലല്ലെങ്കിൽ അടുത്തതിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. CPO പോലെയുള്ള പരീക്ഷകൾ, ഇങ്ങനെയുള്ള മറ്റു പരീക്ഷകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നേടാനുള്ള കഴിവുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് വേണ്ടത്. അല്ലാതെ ഇതോടുകൂടി ഉപേക്ഷിക്കലല്ല വേണ്ടത്. ഇനി അടുത്ത തവണ ഈ എക്സൈസ് ഓഫീസർ വരട്ടെ അന്നേരം നോക്കാമെന്ന് വിചാരിക്കല്ല വേണ്ടത്. നമുക്ക് ഉറപ്പായിട്ട് നേടാനുള്ള കഴിവുണ്ട് എന്ന് തീരുമാനം എടുക്കുക, മുന്നോട്ടേക്ക് പോവുക. ഈ പറഞ്ഞ ഫിസിക്കലും കാര്യങ്ങളും ഒരു ഭാഗത്തോടെ ചെയ്യുക, പഠനവും ഒരു ഭാഗത്തോടെ കൊണ്ടുപോവുക. ഒന്നുകിൽ ഇതിൽ തന്നെ അല്ലെങ്കിൽ അടുത്ത വരാൻ പോകുന്ന മറ്റു പരീക്ഷകൾ നിങ്ങൾ നേടിയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് പ്രയത്നിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് ലഭിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ വളരെയധികം മാർക്കുകൾ ആ ഒരു ബ്ലൂ പ്രിന്റിൽ നമ്മൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നമ്മൾ പറയുന്നില്ലല്ലോ അല്ലേ. നമ്മൾ ആ പറഞ്ഞ ടോപ്പിക് കറണ്ട് അഫയേഴ്സ് ഒക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. നോബൽ സമ്മാനം എന്തായാലും നോക്കണം, 2 വർഷത്തെ നോബൽ സമ്മാനം എന്തായാലും നോക്കണം. ചോദ്യം വന്നിട്ടുണ്ട്. വളരെ കുറച്ച് ഏരിയകളെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ അല്ലെ. മന്ത്രിസഭകൾ, സുപ്രധാന നിയമനങ്ങൾ, അങ്ങനെയുള്ള വളരെ കുറച്ച് പ്രധാന ഏരിയകൾ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ കട്ട് ഓഫ് കുറയാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് സയൻസ് ചോദ്യങ്ങൾ നല്ല ടഫായിരുന്നു. അതേപോലെ തന്നെ സാഹിത്യ മേഖല, ആ ഒരു കലാകായിക സാഹിത്യ മേഖല ഉണ്ടല്ലോ, അവിടെ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ കുറച്ച് ടഫായിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറയും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.